بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنا تصرفون. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക്, കൽപ്പനാ നിരോധനങ്ങൾക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് കഴിവിൻ്റെ പരമാവധി വിധേയരാവാൻ ആദരപൂർവം അനുസരിക്കുന്ന മുത്തഖികളായി ജീവിച്ചു മരിക്കാൻ ജീവിതത്തിലെപ്പോഴും എപ്പോഴും നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടും ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെയും നിങ്ങളെയും. പ്രിയപ്പെട്ടവരെ, വളരെ ദുഃഖകരമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. നമ്മളുടെ മക്കളെപ്പോലെ കൈ വളരുന്ന കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിക്കൊണ്ടുവന്നിരുന്ന നമ്മുടെ മക്കളിൽ 4 പേർ അപ്രതീക്ഷിതമായി ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട വിവരം നമ്മൾ അറിയുകയുണ്ടായി. മരണം എപ്പോഴും ആർക്കും ഏത് സമയത്തും എവിടെ വെച്ചും അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടാക്കിയെടുക്കാൻ, നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒന്നുകൂടി സൂക്ഷ്മത പുലർത്താൻ ആ ഒരു സംഭവം കാരണമാവണം. ആ മക്കൾക്ക് അല്ലാഹു പരലോകം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമയും തഖ്വയും
പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മക്കളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ആ മക്കൾക്ക് മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാ ആപത്തുകളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്രയുള്ളൂ നമ്മുടെ ജീവിതം. വളരെ നിസ്സാരമായ ഒന്നാണ് ജീവിതം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തെ കാര്യം, കാസർഗോഡ് നിന്ന് നമ്മൾ വായിക്കുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. നമ്മളുടെ സമുദായത്തിലെ ഒരാൾ, ഇയാൾ അതിസമ്പന്നനാണ്. പക്ഷേ ദുനിയാവിനോടുള്ള ആർത്തി തീരാത്തതിൻ്റെ പേരിൽ അയാൾക്ക് സംഭവിച്ചു പോയ ദുരന്തം നമ്മളെ ആരെയെങ്കിലും ചിന്തിപ്പിച്ചുവോ എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ കാന ലി ഇബ്നി ആദമ വാദിയം മിൻ ദഹബിൻ, മനുഷ്യനൊരു താഴ്വര നിറയെ സ്വർണം സ്വന്തമായിട്ടുണ്ടെങ്കിലും 600 പവൻ സ്വർണം സ്വന്തമായിട്ടുണ്ട് അല്ലേ? ഏകദേശം 4.25 കിലോ വരുന്ന സ്വർണം, കോടികളുടെ സ്വർണം സ്വന്തമായിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിലും അഹബ്ബ, മറ്റൊരു റിപ്പോർട്ടിൽ ലതമന്നാന, അവൻ വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, അയ്യക്കൂന ലഹു വാദിയാൻ, അതൊന്ന് ഇരട്ടിപ്പിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം നോക്കാൻ. ആ 596 പവൻ ഒന്നുകൂടി ഉണ്ട് ഇരട്ടിപ്പിച്ച് കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന ആർത്തിപ്പണ്ടാരം. യഖൂലുൽ ഇൻസാനു മാലി മാലി, പണം 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 എന്ന് നിലവിളിക്കുന്ന മനുഷ്യർ. വഹല്ലക യബ്ന ആദം മിമ്മാലിക ഇല്ലാ മാ അക്കൽത ഫഅഫനൈത, മനുഷ്യ നീ കുന്നുകൂട്ടുന്നത് എത്രയാണെങ്കിലും അതിൽ നിന്ന് നിനക്കെന്തുണ്ട്? നീ വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാതെ. ഔ ലബിസ്ത ഫഅബ്ലൈത, നീ വല്ലതും ധരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാതെ. ഔ തസദ്ദഖത, അല്ലെങ്കിൽ നീ വല്ല ധർമ്മവും നൽകിയിട്ടുണ്ടെങ്കിൽ ഫഅംലൈത, നിനക്ക് മുമ്പേ നിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി കടന്നുപോയ ഇതല്ലാതെ നിനക്കെന്തുണ്ട് എന്ന് അല്ലേ? മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറ, ദുനിയാവ് കിട്ടിയാൽ കൊതി തീരാത്ത, മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന, മധുരം ഒരിക്കലും അവസാനിപ്പിക്കാത്ത ഒരു സംഭവമാകുന്നു. ഇന്നല്ലാഹ മുസ്തഖ്ലിഫക്കും ഫീ, ആ ദുനിയാവ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് സമ്പത്ത്, വീട്, പറമ്പ്, വണ്ടി, വാഹനം, അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ, ഇന്നല്ലാഹ മുസ്തഖ്ലിഫക്കും ഫീഹി, അത് മുൻഗാമികളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങൾക്കത് ശാശ്വതമായി ഉപയോഗിക്കാനല്ല, നിങ്ങളുടെ ഭാവി തലമുറക്കത് കൈമാറ്റം ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്കതിൽ താൽക്കാലികമായി ഇസ്തിഖ്ലാഫ്, ഒരു പവർ ഓഫ് അറ്റോർണി, ഒരു മുഖ്തിയാർ, താൽക്കാലികമായി അത് കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ വഹുവ യൻളുറു കൈഫ തഅമലൂൻ, എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വയതൂബുല്ലാഹു അലാ മൻ താബ്,
വേണ്ടിയിരുന്നില്ല, അത് ശരിയല്ല എന്നു തിരിച്ചറിഞ്ഞ് മടങ്ങാനുള്ള അവസരമാണ് ഇപ്പോൾ നമുക്ക്. അല്ലേ? നമ്മുടെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ കണ്ടമാനം സ്വത്തുവെച്ച് ഒന്നുമല്ലാതായി മാറിയ കാലം. വയതൂബുല്ലാഹു അലാമൻ താബ്, തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറുള്ളവർക്ക് വന്നുപോയ വീഴ്ചകൾക്ക് അല്ലാഹു മാപ്പ് നൽകുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആർത്തി മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എവിടേക്കാണ്? സമ്പത്ത് നഷ്ടം, അഭിമാന നഷ്ടം, അതിനുമപ്പുറം ജീവനഷ്ടം, അതിനുമപ്പുറം ഭാവി തലമുറയുടെ സൽപ്പേരിന് കളങ്കം. ആ മനുഷ്യന്റെ പരമ്പര നിലനിൽക്കുന്ന കാലത്തോളം ആളുകൾ ഈ 596 ഗ്രാമിന്റെ കഥ, പവനിന്റെ കഥ ഓർത്തുകൊണ്ടേയിരിക്കും. ഓന്റെ വല്യപ്പയാണ് പണ്ട് സ്വർണ്ണം ഇരട്ടിപ്പിക്കാൻ പോയിട്ട് മരിച്ചതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പറയൂലേ? ഒന്നതാ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി ഇദല്ല അംസകതും ഖശിയത്തൽ ഇൻഫാഖ്. ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് ഞാനാണ് ഒറ്റപ്പെടുത്തി സ്വന്തമാക്കി തന്നാലും ചെലവാക്കിയാൽ കഴിഞ്ഞു പോകുമെന്ന് പേടിച്ച് നിങ്ങൾ പിശുക്കി പിടിക്കും എന്ന്. അതല്ലേ ആ കണ്ടത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന ചോദ്യത്തിന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അവരുടെ സമ്പത്ത് അവർ ദുർവ്യയം ചെയ്യില്ല, അവർ പിശുക്കി പിടിക്കുകയുമില്ല, മാന്യമായി മിതമായി അവർ ചെലവഴിച്ചു കൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് കണ്ടത്, വലാ തുഉതു സുഫഹാഅ അംവാലകും അല്ലദീ ജഅലല്ലാഹു ലക്കും ഖിയാമ. സൂറത്ത് നിസാ. വലാ തുഉതു സുഫഹാഅ, വിവരം കെട്ടവരുടെ വാക്ക് കേട്ട്, അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അവർക്ക് ഏൽപ്പിക്കരുത്. അതുപോലെ അംവാലക്കും അല്ലദീ ജഅലല്ലാഹു ലക്കും ഖിയാമ, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറയായ റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നതാണ്. അത് ആരെങ്കിലും ഒരാൾ, ഒരു ജിന്നുമ്മ, ഇതിന്റെ രണ്ടാമത്തെ മേഖല ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ഒരു സ്ത്രീ വന്നിട്ട്, അല്ലെങ്കിൽ അവരുടെ ആളുകൾ വന്നിട്ട്, ഇവർക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാം, ഇവർക്ക് ഇന്നിന്ന പ്രത്യേകമായ കഴിവുകളുണ്ട്, ഇവരുടെ കൈവശം നിങ്ങൾ ഈ സ്വർണം ഏൽപ്പിച്ചാൽ നിങ്ങൾക്കത് അവർ ഇരട്ടിപ്പിച്ചു തരും എന്ന് പറയുമ്പോൾ, ഇയാളുടെ ആർത്തി മാത്രമാണോ അയാളെ അപകടത്തിൽപ്പെടുത്തിയത്? അല്ല പ്രിയപ്പെട്ടവൾ, അല്ല. പിന്നെ എന്താണ്? ഈ വരുന്ന സ്ത്രീക്ക് ജിന്നുകളുമായി സമ്പർക്കമുണ്ടെന്നും ആ ജിന്നുകൾ വഴി ആ സ്ത്രീക്ക് ഇയാൾക്ക് ഇയാളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള ശേഷിയുണ്ടെന്നും അവര് പറയുന്നു, അയാൾ വിശ്വസിക്കുന്നു. ഈ മലപ്പുറത്ത് നമ്മുടെ ഒരു പ്രവർത്തകനോട്, എന്റെ പോക്കറ്റിലെ പണം നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഇട്ടുതരാൻ ജിന്നുകളെ കൊണ്ട് കഴിയുമോ മൗലവി എന്ന് ചോദിച്ചപ്പോ, ആ പറ്റും എന്ന് പറഞ്ഞ മൗലവിമാരുണ്ടിവിടെ, മതപണ്ഡിതന്മാർ. എന്ത് വ്യത്യാസമാണ് ഈ സമുദായത്തിലുള്ളത്? ഇവർ തമ്മിൽ എന്ത് മെസ്സേജാണ് നമുക്കതിൽ നിന്ന് ലഭിക്കാനുള്ളത്? ഇവിടെ ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ അങ്ങനെയാണെങ്കിൽ മൗലവി, എന്റെ പോക്കറ്റിലെ പണം നിന്റെ പോക്കറ്റിലേക്ക്, നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഇട്ടുതരാൻ കഴിയോ എന്ന് ചോദിച്ചപ്പോ, പറ്റും ജാഫറെ എന്ന് പറഞ്ഞു. ഇത് തുറന്നു പറയും മടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ആ പേര് പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ? എവിടേക്കാണ് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്? നാടിനെ വഴി നടത്തേണ്ടുന്ന ആളുകൾ തന്നെ മനുഷ്യർക്കിടയിൽ ഇത്യാദി ശിർക്ക് പ്രചരിപ്പിക്കുക എന്നത്
ഈ സമുദായത്തിന്റെ ഗതി എവിടേക്ക് എത്തിപ്പെടുന്ന ദുരന്തമാണത്. സത്യത്തിൽ എവിടെയാണ് പിഴച്ചത്? തൗഹീദിലാണ് പിഴച്ചത്, അഖീദയിലാണ് പിഴച്ചത്, ആദർശത്തിലാണ് പിഴച്ചത്, ഈമാൻ കാര്യത്തിലാണ് പിഴച്ചത്, തഖ്വയിലാണ് പിഴച്ചത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം തുടങ്ങുന്നിടത്ത് നമുക്കറിയാം, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഒരു സംശയവും വേണ്ട, ഈ ഗ്രന്ഥം, ഇതാണ് ഗ്രന്ഥം, ഇത് തഖ്വയുള്ളവർക്ക് വഴികാട്ടിയാണ്. എന്നിട്ടല്ല പറയാ, തഖ്വയുള്ളവർക്കുള്ള ഗുണങ്ങൾ 5 പറഞ്ഞപ്പോ ആ 5 ഗുണങ്ങളിൽ പ്രഥമമായത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ പഠിച്ചു വെച്ചോളൂ, ഇതൊരു കാസർഗോട്ടുകാരന്റെ മാത്രം പ്രശ്നമല്ല, ഇത് അയാളുടെ ആർത്തിയുടെ പ്രശ്നമല്ല, ഇത് സത്യവിശ്വാസികളുടെ ഈമാനിന്റെ പ്രശ്നമാണ്. ഒരാൾക്ക് തഖ്വയുണ്ടാവണമെങ്കിൽ അയാൾക്ക് 5 ഗുണങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ആദ്യം പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അയാളുടെ ഗൈബിലുള്ള വിശ്വാസം, അദൃശ്യത്തിലുള്ള വിശ്വാസം ശുദ്ധമായിരിക്കണം. പിന്നെയാണ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, സമ്പത്ത് ചെലവഴിക്കണം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നതൊക്കെ പിന്നെയാണ് വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഗൈബിലുള്ള വിശ്വാസം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറയും, അലാ ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അലാ, നിങ്ങൾ അറിയണം, ലാ യഅലമു അറിയില്ല, മൻ ഫിസ് സമാവാതി ആകാശങ്ങളിലുള്ള ഒരു ജീവിയും അറിയില്ല, വമൻ ഫിൽ അർളി ഭൂമിയിലുള്ള ഒരു ജീവിയും അറിയില്ല. എന്തറിയില്ല? അൽ ഗൈബ് അദൃശ്യമറിയില്ല, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. സംഭവം അവസാനിച്ചു അവിടെ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുന്ന. പിന്നെ ഖുർആൻ പറഞ്ഞത് വമാ യശഊറൂന അയ്യാന യുബഅതൂൻ, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം അപ്പുറത്തേക്ക് ഇട്ട് തരുന്ന ആ ജിന്ന്, നിങ്ങളുടെ സ്വർണം ഇരട്ടിപ്പിച്ചു തരുന്ന ആ ജിന്ന്, നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ജിന്ന്, അതിന്റെ ആളുകളോട് ചോദിക്കുവീൻ, നിങ്ങളെന്ന് മരിക്കും എന്ന് ചോദിക്കുവീൻ. അവർക്കത് പറയാൻ കഴിയില്ല. എപ്പോഴാണ് നിങ്ങൾ മരിക്കുക, എപ്പോഴാണ് നിങ്ങളുടെ ഖിയാമത്ത് ഉണ്ടാവുക, എപ്പോഴാണ് നിങ്ങളുടെ വിചാരണ ഉണ്ടാവുക എന്ന് അവരോട് ചോദിക്കുവീൻ. അവർക്കറിയില്ല. എന്താ കാരണം? എന്താണ് കാരണം? പരിശുദ്ധ ഖുർആൻ തന്നെ പറയും, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു. ആകാശഭൂമികളിലെ സകലമാന അദൃശ്യങ്ങളുടെയും ഖജനാവ്, ഉത്തരവാദിത്വം, ഉടമസ്ഥത, താക്കോല് അല്ലാഹുവിങ്കലാകുന്നു. ലാ യഅലമുഹു ഇല്ലാഹു, അതവനല്ലാതെ മറ്റൊരാളും അറിയില്ല, മറ്റൊരു പടപ്പും അറിയില്ല. എനിക്കറിയാവുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കറിയാത്തതുണ്ടാകും, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും അറിയുന്നതുണ്ടാകും. അതിനെല്ലാം ഗൈബ് എന്ന് പറയാം. അല്ലാഹുവല്ലാതെ മറ്റൊരു ശക്തിക്കും അവന്റെ കഴിവ് കൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ അവൻ വികസിപ്പിച്ചെടുത്ത ഏതെങ്കിലും ഉപകരണങ്ങളുടെ സഹായത്തോടെയോ മനസ്സിലാക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ വഹിയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾക്കും അറിയാത്തത്, അതുമല്ലെങ്കിൽ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്താലല്ലാതെ മറ്റൊരാൾക്കും അറിയാത്തത് എന്നതാണ് ഗൈബിന് ഖുർആനും ഹദീസും നിരത്തുന്ന വിശദീകരണം. അവിടെയാണ് ആ സഹോദരന് പഠിച്ചത്. അത് ഈ സ്ത്രീക്ക് കഴിയും എന്ന് വിശ്വസിച്ചിടത്താണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പടപ്പുകളിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് മലക്കുകൾ ഉണ്ടായിരുന്നുവല്ലോ. ആദമുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണത്തിൽ അവർ പരാജയപ്പെടുന്നതിന്റെ കാരണം ആദമിന്റെ പേര് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പടച്ചവനെ, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ, ഇയാളുടെ പേര് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങളെങ്ങനെ പറയാനാണ്? ആ ലോകം അവിടെ അവസാനിച്ചു. അവർക്കറിയില്ല. രണ്ടാമത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള ജീവിവർഗം ജിന്നുകളാണ്.
അത് കാഫറായാലും ശരി മുസ്ലിമായാലും ശരി. സുലൈമാൻ നബിയുടെ പട്ടാള വ്യൂഹത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോ അതിലൊരു ബറ്റാലിയൻ ജിന്നുകളാണ്. സുലൈമാൻ നബിയുടെ കെട്ടിട നിർമ്മാണക്കാരെ പരിചയപ്പെടുത്തിയപ്പോ, സുലൈമാൻ നബിയുടെ മുങ്ങൽ വിദഗ്ധരെ പരിചയപ്പെടുത്തിയപ്പോ, സുലൈമാൻ നബിയുടെ മറ്റു വേലക്കാരെ പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വശയാത്വീന കുല്ല ബന്നാഇ വഗവാസ്ത. സുലൈമാൻ നബിയുടെ കെട്ടിട നിർമ്മാണക്കാരും മുങ്ങൽ വിദഗ്ധരും ഒക്കെ ശൈത്താന്മാരായിരുന്നു. സബയിലെ റാണിയുടെ കൊട്ടാരവും സിംഹാസനവുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ ഖാലി ഫിരീത്തും മിനൽ ജിന്ന് എന്ന് പറഞ്ഞു. അതൊരു നല്ലവനായ ജിന്നായിരുന്നു. ആ ലോകം മനുഷ്യർക്ക് മുമ്പുള്ളതാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഈ ജിന്നുവർഗത്തെ കൊണ്ട് കെട്ടിട നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ജിന്നുകൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പണിയെടുക്കുന്നതിനിടയിൽ നിന്ന നിൽപ്പിൽ സുലൈമാൻ അലൈഹി ഇസ്ലാം മരണപ്പെട്ടു പോകുന്നു. പക്ഷേ 6 മാസക്കാലത്തോളം എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്, അദ്ദേഹം ആ നിൽപ്പിൽ തന്നെ നിന്നു. മറിഞ്ഞു വീഴാതെ കുത്തിപ്പിടിച്ച വടിയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അദ്ദേഹം നിന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണവിവരം ആരും അറിഞ്ഞില്ല. ആരറിഞ്ഞില്ല? ഹയ്യാണ്, ഹാദിറാണ്, കാദിറാണ്, മുസ്ലിമാണ്, അല്ലാത്തവരാണ് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ജിന്നുകൾ. പലതും മനസ്സിലാക്കാൻ അങ്ങനെ പറഞ്ഞു. അറിഞ്ഞില്ല. പക്ഷേ ഇല്ല ദാബത്തുള്ള തവക്കുല മിൻസഹത്തൂന, ആ ചെതലിന് മനസ്സിലായി ഇതിന്റെ ഉടമസ്ഥൻ, വടിയുടെ ഉടമസ്ഥൻ പോയി. ചെതലിന് ദാബത്തുള്ളതിന് ചെതലുകളൊക്കെ കൂടെ വടി തിന്നാൻ തുടങ്ങി. വടിയുടെ ബലം കുറഞ്ഞപ്പോ അത് മുറിഞ്ഞടി. സുലൈമാൻ നബി വീണുപോയി. വീണപ്പോ ജിന്നുകൾ തിരിഞ്ഞു നോക്കുമ്പോ ആള് മരിച്ചിട്ട് കുറെ ദിവസമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിഥു ഫിൽ അദാബിൽ മുഹീൻ. ഈ ഗൈബെങ്ങാനും നമുക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം മരിച്ചതിന് ശേഷമെങ്കിലും ഈ നിന്ദ്യമായ അപമാനം സഹിച്ച് പണിയെടുക്കേണ്ട ഗതികേട് വരുമായിരുന്നില്ലല്ലോ. മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഉണ്ട്. ഇനി മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നമ്മൾ ആദ്യം കണക്കൂട്ടുന്നത് എന്താ? ഔലിയാഇനെയാണ്, അല്ലേ? ബീവിമാരെയാണ്. ഇവിടെ ജിന്നുമ്മയാണ്. ഞാൻ മറിയം എന്ന് പറഞ്ഞാൽ എന്ത് പറയും? മറിയം ബീവി എന്ന് പറയും. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു ബീവിയുടെ പേരാണ്, അല്ലേ? സംശയമുണ്ടെങ്കിൽ ആരെങ്കിലും മറിയം ബീവി. എന്താണ് അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? ഇന്നല്ലാഹ അസ്തഫാക്കി വതഖറക്കി വസ്തഫാക്കി അലാ നിസാഇൽ ആലമീന യാ മറിയം. മറിയമേ, അള്ളാഹു നിന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ വിശുദ്ധയാക്കിയിരിക്കുന്നു, നിന്നെ ലോക സ്ത്രീകൾക്ക് നാം നേതാവാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. മനുഷ്യകുലത്തിന് മൊത്തത്തിൽ മാതൃകയായത് 2 സ്ത്രീകളാണെന്ന് പറഞ്ഞപ്പോ അതിൽ രണ്ടാമത്തത് പറഞ്ഞതും മറിയം ഇബ്നത്ത് ഇമ്രാൻ എന്നാണ്. ബീവി എന്നുള്ളതിൽ ഒരു സംശയവും മുസ്ലിം ലോകത്തിൽ ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം കടന്നു വരുന്നു ഒരു പുരുഷ രൂപത്തിൽ, അല്ലേ? ഒരു പൂർണ്ണ പുരുഷ രൂപത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം കടന്നു വരുന്നു. ഈ മഹദിയായ ബീവിക്ക്, ബൈത്തുൽ മഖ്ദിസിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബീവിക്ക് തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുന്നത് ജിബ്രീലാണെന്ന് മനസ്സിലായില്ല. പിന്നെ അവരെന്ത് പറഞ്ഞു? ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ്യാ. പൊന്നാര മനുഷ്യ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? ഞാൻ അള്ളാഹുവിൽ ശരണം പ്രാപിക്കുന്നു, നീ എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി എന്ന്. അപ്പൊ ജിബ്രീൽ പറയാണ് ഇന്നമാന റസൂലു റബ്ബിക്. മറിയം, ഞാൻ മനുഷ്യനല്ല, റബ്ബ് വിട്ട റസൂലാണ്, ജിബ്രീലാണെന്ന് ആണ്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ബീവിക്ക് എന്ത് മനസ്സിലായില്ല? ഗൈബ് മനസ്സിലായില്ല. ഇന്ന് നമ്മൾ ഓതുന്ന സൂറത്തുണ്ടല്ലോ, സൂറത്ത് അൽ കഹ്ഫ്, അവിടെ ഒരു 7 ആളുകളുണ്ടല്ലോ. ഔലിയാക്കന്മാരാണോ? മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാവാൻ അങ്ങനെ ശൈലിട്ടോ? ഒരു സംശയമൊന്നുമില്ലല്ലോ ഔലിയാക്കന്മാരാണ്. 300 കൊല്ലമാണ് അവർ ഗുഹയിൽ താമസിച്ചത്. ഉണർന്നിട്ട് അവർ അങ്ങോട്ടും കൊണ്ട് ചോദിച്ചെന്താ? വകദാലിക ബഅസ്നാഹും ലിയതസാലു ബൈനഹും ഖാല ഖായിലും മിൻഹും
കം ലബിത്തും കാലു ലബിത്തിനായോ എന്നോ വളയോ. എഴുന്നേറ്റിട്ട് അങ്ങോട്ടും അങ്ങോട്ടും ചോദിച്ച് നമ്മളിപ്പോ എന്ന് വന്നതാ അവിടെ. അപ്പൊ ഒരാളും നമ്മൾ ഇന്നലെ വന്നതാണ്. പക്ഷേ നമ്മൾ രാവിലെ അങ്ങാണ്ട് വന്നതാണ്. സത്യം എന്തായിരുന്നു? وَلَبِثُوا فِي كَهْفِهِمْ 300 سِنِينَ وَازْدَادُوا 9. കിടന്നത് 300 കൊല്ലം. അവർക്ക് മനസ്സിലായത് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം, കുറച്ച് സമയം എന്നാ. അപ്പൊ അവർക്ക് ഇതറിയില്ല അല്ലേ? ഇനി ഇതിനേക്കാൾ വലിയ ഔലിയാപ്പാപ്പന്മാരാരാ? അള്ളാഹുവിന്റെ അമ്പിയാ അല്ലേ? അമ്പിയാകൾ ഔലിയാക്കന്മാരുടെ കൂടെ നേതാക്കളാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ മലക്കുകൾ വന്നപ്പോ ലൂത്ത് നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞു? ഖാലൂ സലാമൻ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. ആരാ? മനസ്സിലായില്ലല്ലോ. ആരാ? മനസ്സിലായില്ലല്ലോ. വഴിയുണ്ട് അല്ലേ? ഇബ്രാഹിം നബിയുടെ ഖലീലുർ റഹ്മാൻ അബുൽ അംബിയാ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്നപ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഅജ്ലിൻ സമീൻ. മലക്കുകൾ ഭക്ഷണം കഴിക്കൂലെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഈ വന്നത് മലക്കുകളാന്ന് മനസ്സിലായില്ല. അകത്ത് പോയി വീടിന്റെ ബാക്കിൽ പോയിട്ട് ഒരു പശുക്കുട്ടീനെ പിടിച്ച് അതിന് അറുത്ത് കൂട്ടാൻ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത്. എന്ത് കാര്യം? എന്തുകൊണ്ടായിരിക്കാം? അദ്ദേഹത്തിന് അറിയില്ല, ഗൈബറിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവതയുടെ നേതാവ്, മലായിക്കത്തിന്റെ നേതാവ്, ജിന്നുവർഗത്തിന്റെ നേതാവ് അല്ലേ? അംബിയാവിന്റെ നേതാവ്, ഔലിയാവിന്റെ നേതാവ്, സകല പ്രവാചകന്മാർക്കും ഇമാമായി നമസ്കരിക്കാൻ അപൂർവ ഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ദുനിയാവിലെ ഒരേ ഒരു പടപ്പ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അവസ്ഥ? എന്താണ് അവസ്ഥ? ബദറിൽ നാളെ അബൂജഹലും അബൂലഹബും റബീഉ ഉത്ബയും ശൈബയും വലീദും ഒക്കെ ഇന്നിന്ന സ്ഥലങ്ങളിൽ മരണപ്പെട്ട് വീടുമെന്ന് വാട് കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ തൊട്ടടുത്ത വർഷത്തിൽ തനിക്ക് വേണ്ടി കുഴിച്ചു വെച്ച ചതിക്കുഴിയറിയാതെ ഉഹദിലെ രണാങ്കണത്തിൽ ആ അബൂ അബ്ദുറഹിമിന്റെ ചതിക്കുഴിയിൽ വീണതും പല്ല് രണ്ടെണ്ണം പൊട്ടിപ്പോയതും പടച്ചട്ടയുടെ ആണിയറത്തറഞ്ഞ് കവിൾ പൊട്ടിപ്പോയതും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആണല്ലോ അല്ലേ? ഒരു ജൂത പെൺകുട്ടി, ഒരു ജൂത സ്ത്രീ ആട്ടിൻ മാംസത്തിൽ വിഷം കലർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സൽക്കാരത്തിന് വിളിച്ച് നബി കൂടെ കൊണ്ടുപോയ ബിശ്ർ റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊരു കഷ്ണം കഴിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. സ്വന്തമായ ഒരു കഷ്ണം വായിലേക്കെടുത്ത് തൊണ്ടയിലെത്തി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്ന് തുപ്പിക്കളയാൻ ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ പറഞ്ഞെന്തറിയോ? ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അദൃശ്യമറിയുക അല്ലാഹുവിന് മാത്രമാണ്. അതവൻ ഒരാൾക്കും വിട്ടുകൊടുക്കുകയില്ല, തുറന്നു കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതദാ മിർ റസൂലിൻ. അള്ളാഹു അവന്റെ ഏതെങ്കിലും പ്രവാചകന്മാർക്ക് ചിലത് പഠിപ്പിച്ചു കൊടുത്തേക്കാം, അതല്ലാതെ അവർക്കും അറിയില്ല. ബദറിലെ സംഭവം മുൻകൂട്ടി പഠിപ്പിച്ചു കൊടുത്ത്, ഉഹദിലെ കുഴിച്ച ചതിക്കുഴി പഠിപ്പിച്ചു കൊടുത്തില്ല, അറിഞ്ഞതുമില്ല, അതിൽ വീണു. ആ ആട്ടിന്റെ മാംസം അതിൽ വിഷമുണ്ട് എന്നത് അറിഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരു ചെറിയ സൂത്രപ്പണി ഒപ്പിച്ചത് ആ തേരിന്റെ വിഷയത്തിൽ സൂറത്ത് തഹരീമിന്റെ അവതരണ പശ്ചാത്തലം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. കൊൽ വലൗ കുന്തു അഅലമുൽ ഗൈബ, നബി തങ്ങളെ പ്രഖ്യാപിച്ചേക്കുക, എനിക്കെങ്ങാനും ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എല്ലാ നന്മയും ഞാൻ വാരി കൂട്ടുമായിരുന്നു. വമാ മസനിയ സൂ, ഒരാപത്തും എനിക്ക് ബാധിക്കുകയും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ 596 പവന്റെ ഉടമസ്ഥന് പറ്റിയത് എന്താണ്? അത് ആർത്തി മാത്രമല്ല,
ആർത്തിമൂത്ത ആ മനസ്സ്, ആർത്തിയാൽ സ്വാധീനിക്കപ്പെട്ടത് അയാളുടെ തൗഹീദ്, അയാളുടെ അഖീദ, അയാളുടെ ആദർശം, അയാളുടെ ഈമാൻ, അയാളുടെ തഖ്വയിൽ വീഴ്ച വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. എവിടെ തൗഹീദിൽ നിന്ന് നമ്മൾ വഴിതെറ്റിപ്പോകുന്നുവോ അവിടെ ദുനിയാവിൻ്റെ പലതരത്തിലുള്ള മോഹിപ്പിക്കലുകളും അപകടങ്ങളായി, ആപത്തുകളായി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുക കൂടി ചെയ്യും എന്ന് തിരിച്ചറിയുവാൻ ഈ കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു കമാ റബ്ബയാനി സ്വഗീറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകുനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിരന്തരമായി പ്രാർത്ഥിക്കണം, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന 2-3 ആയത്തുകൾ വെറുതെ വായിച്ചു പോകാം. ഞാൻ സൂറത്ത് യൂനുസിന്റെ 31-ാമത്തെ ആയത്ത്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ നിന്നുള്ള വരുമാന മാർഗങ്ങൾ, ഉപജീവന മാർഗങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരുന്നവനാരാണ്? വയുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളവയെ സംവിധാനിക്കുന്നവനാണ് ആരാണ്? വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്. ജീവനുള്ളവയെ ജീവനില്ലാത്തവയാക്കുന്നവ ആരാണ്? വമയുദബ്ബിറുൽ അംർ. ആരാണ് മുദബ്ബിറുൽ ആലം? സുബ്ഹാനല്ലാഹ്, എന്താ ചോദ്യം നോക്കാടി. വമയുദബ്ബിറുൽ അംർ. ആരാണ് മുദബ്ബിറുൽ ആലം? ഫസയഖൂലൂന. അത് മക്കാ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവർ പോലും പറയും ഫസയഖൂലൂന അല്ലാഹ്. ചോദിക്കണേ, ഫഖുൽ, എന്നാ താങ്കൾ അവരോട് ചോദിക്കണം, അഫലാ തത്തഖൂൻ, അല്ല നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവേണ്ടതല്ലേ? അതാരോടാ? ഉപജീവനം വർദ്ധിപ്പിക്കാൻ 596 പവനെ ഉപജീവനം വർദ്ധിപ്പിക്കാനേ. അതാരാണ് വർദ്ധിപ്പിച്ചു തരേണ്ടത് എന്ന് വെച്ചാൽ മക്കാ മുശ്രിക്കുകൾ പറയും അല്ലാഹു ആണെന്ന്. നമ്മുടെ മുസ്ലിം നാമധാരികൾക്ക് ഇപ്പൊ പറയാനുള്ളത് മുദബ്ബിറുൽ ആലം വേറെയാണ്, ഗൈബറിയുന്നവർ വേറെയാണ്, ജിന്നുമ്മമാരാണ്, കൈനോട്ടക്കാരാണ്, പക്ഷിശാസ്ത്രക്കാരാണ്, ഗൗഡിശാസ്ത്രക്കാരാണ്, സാഹിറുകളാണ് എന്നൊക്കെയാണ് നമുക്കിപ്പോ നമ്മളുടെ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസം. അള്ളാഹു തിരിച്ചടിക്കുന്നത് ഫഖുൽ അഫലാ തത്തഖൂൻ, എന്നാ പിന്നെ തഖ്വയുണ്ടാവേണ്ടതല്ലേ നിങ്ങൾക്ക്? എന്നിട്ട് റബ്ബ് പറയുന്ന സംഗതി എന്താ അറിയോ? ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവനാകുന്നു നിങ്ങളുടെ റബ്ബ് അല്ലാഹു. റബ്ബുകുമുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ റബ്ബ് അവനാകുന്നു. എന്നിട്ട് അല്ലാഹ് ചോദിക്കണമെന്ന് അറിയോ? ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ. സുബ്ഹാനല്ലാഹ്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ. ഈ ഹക്കിനപ്പുറത്ത് പിന്നെ ളലാലത്തല്ലാതെ, വഴികേടല്ലാതെ വേറെ എന്താ മുഅ്മിനീങ്ങളുള്ളത്? എന്നിട്ട് ചോദിച്ചതറിയോ? ഫഅന്നാ തുസ്റഫുൻ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വ്യതിചലനം, ഈ വഴികേട്, ഈ പിഴവ് സംഭവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. തൗഹീദിൽ ഉറച്ചു നിൽക്കുക, ഈമാനിൽ ഉറച്ചു നിൽക്കുക, തഖ്വയിൽ ഉറച്ചു നിൽക്കുക, തവക്കുലിൽ ഉറച്ചു നിൽക്കുക. യാതൊരു വിധത്തിലുള്ള പൈശാചിക സ്വാധീനങ്ങൾക്കും കീഴ്പ്പെടാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി, അള്ളാഹുവിൽ നിന്ന് വന്നവർ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി അള്ളാഹു നമുക്ക് വെട്ടിത്തന്നത് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ നിരത്തി തന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതിൽ രണ്ടിലും നമ്മൾ ഉറച്ചു നിന്നാൽ ലൻ തമസ്സക്തും ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ എന്നാണ്. പിഴക്കുകയില്ല, മുറുകെ പിടിച്ചവർക്കൊന്നും പിഴക്കുകയില്ല. ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലിക്, സ്വയം നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കാൻ, സ്വയം നശിക്കുകയാണ് ആ മനുഷ്യൻ ചെയ്തത്, അല്ലേ?
സ്വയം നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ ഖുർആനിനെയും സുന്നത്തിനെയും വിട്ട് വേറൊരു വഴി തേടില്ല. അള്ളാഹു ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ച് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് പിറന്നു വീണപ്പോഴുണ്ടായിരുന്ന ആ ശുദ്ധത ഈമാൻ കൊണ്ട്, തഖ്വ, തൗഹീദ് കൊണ്ട്, സുന്നത്ത് കൊണ്ട്, ഇബാദത്ത് കൊണ്ട് ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെ നിലനിർത്തുന്നവരിൽ ആ തൗഹീദ് ഉൾക്കൊണ്ട് അതിൻ്റെ കലിമ ഉച്ചരിച്ച് തൗബയാർന്ന മനസ്സോടെ ദുനിയാവിൽ നിന്ന് വിട പറയാൻ കഴിയുന്നവരിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ സമുദായത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള ശിർക്കുകളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള വഴികേടുകളിൽ നിന്നും റഹ്മാനായ റബ്ബേ ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കണമേ നാഥാ. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ആദരണീയരായ മാതാപിതാക്കളെയും പ്രത്യേകിച്ച് നിന്റെ കാവലിൽ, നിന്റെ കൃപയിൽ, നിന്റെ സംരക്ഷണയിൽ നിലനിർത്തുകയും നിന്റെ ഇഷ്ടപ്പെട്ടവരായി മരിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ സാമ്പത്തികമായ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും നീ നീക്കി തരയണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാലിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا ذنوبنا وخطايانا يا غافر المذنبين وصلى الله وسلم على محمد.